കൃഷ്ണകൃപാസാഗരം. നന്നായി നീ നേരിട്ട് എന്റെ മുന്നിൽ വന്നത്. ഞാൻ എന്നും നിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കംസ. പക്ഷേ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. പലതവണ എന്നെ ശരണം പ്രാപിക്കാൻ ഞാൻ നിനക്ക് അവസരങ്ങൾ നൽകി. ഇപ്പോൾ നിന്റെ പാപങ്ങളുടെ പാത്രം നിറഞ്ഞു കഴിഞ്ഞു. ഇത് നിന്റെ അന്ത്യസമയമാണ്. ഇപ്പോൾ പോലും നിന്റെ ശാഠ്യം വലിച്ചെറിഞ്ഞ് എന്നെ ശരണം പ്രാപിക്കാവുന്നതാണ്. ഞാൻ നിന്നോട് ക്ഷമിക്കാം കംസ, ക്ഷമിക്കാം. നമ്മോട് കീഴടങ്ങാൻ പറയുന്നു, അതും വീരശൂര മഹാരാജനായി കംസനോട്? മൂഢബാലക, കംസൻ മരിച്ചേക്കാം, പക്ഷെ ഒരിക്കലും കീഴടങ്ങില്ല. എങ്കിൽ ശരി, മൃത്യുവെ വരിക്കാൻ തയ്യാറായിക്കോളൂ കംസ. ആരുടെ മൃത്യു? നമ്മുടെയോ നിന്റെയോ? ഇനി അത് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. വാ. Oh!
കണ്ണ കണ്ണ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ മോനെ? ഇല്ല അച്ഛാ, യാതൊന്നുമില്ല. ഈ ദൃശ്യം കണ്ട് എനിക്ക് പ്രാണൻ പോയതുപോലെയായി. ഞാൻ യശോദാമാത കൂട്ടിയ വെണ്ണ എത്ര കഴിച്ചിട്ടുള്ളതാണ്. എനിക്കൊന്നും പറ്റില്ല അച്ഛാ. ആഹാ, നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് വിവരം ലഭിച്ചു, അങ്ങക്ക് ഇവിടെ അപായം ഉണ്ടായേക്കുമെന്ന്. അതുകൊണ്ട് എല്ലാവരും പുറപ്പെട്ടു വന്നു. നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഞാനും നിങ്ങളെ ഓർക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കണ്ണൻ നമ്മെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെന്ന്. അച്ഛാ, യശോദാമാതാവ് എങ്ങനെ ഇരിക്കുന്നു? അമ്മ കണ്ണനെ ഒരുപാട് ഓർക്കുന്നു. ഞാനും അമ്മയെ എപ്പോഴും ഓർത്തുകൊണ്ട് തന്നെയാണ്. ദേവികി, കേൾക്കുന്നില്ലേ നമ്മുടെ മകനെ വാഴ്ത്തി ഘോഷിക്കുന്നത്? കേട്ടു. അതിനർത്ഥം നമ്മുടെ മകൻ കാരണമായി ശുഭകാര്യങ്ങൾ എന്തോ സംഭവിച്ചോന്നല്ലേ? കാരണമായി നിങ്ങൾ രണ്ടുപേരും കഠിന ദുഃഖവും യാതനകളും സഹിച്ചു. ആയതിന് അമ്മയും അച്ഛനും എന്നോട് ക്ഷമിച്ചാലും. ഇത്ര വർഷങ്ങളായി നിങ്ങൾക്കായി ഒരു സേവയും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല, ഭാഗ്യമുണ്ടായില്ല. എന്റെ സാഹചര്യം അവിടുത്തെ സാമീപ്യത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തി. മക്കളുടെ ബാല്യം മുതൽ കൗമാരം വരെയുള്ള ലീലകൾ ഏതൊരു മാതാപിതാക്കൾക്കും ആനന്ദകരമാണ്. ആ സുഖവും സന്തോഷവും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങളുടെ ദർശനമില്ലാതെ ഞാനും അത്രമേൽ വിഷമിച്ചു. ഇത്രയും കാലം നിങ്ങളെ എനിക്കും നഷ്ടമായി. അതിന്റെ കാരണം ഞാനാണ് മകനെ, ഞാനാണ് കാരണം. ഈ കൈകൾ കൊണ്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ദൂരെ വിട്ടിട്ട് വന്നു. ആ കുറ്റം ചെയ്തത് ഞാനാണ് മകനെ. ഇതിൽ അങ്ങയുടെ കുറ്റം യാതൊന്നുമില്ല. മായാലീല കാരണമാണ് അങ്ങേക്ക് പുത്രസുഖം പോലും ത്യജിക്കേണ്ടി വന്നത്. അച്ഛാ, മനുഷ്യന്
ഈ ശരീരം മാതാപിതാക്കളാണ് പ്രദാനം ചെയ്യുന്നത്. ഏത് ശരീരം കൊണ്ട് അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്നിവ പ്രാപിക്കുന്നുവോ ആയത് മാതാപിതാക്കളുടെ ദാനമാണ്. അതിനാൽ ഏതു മനുഷ്യനും ശരീരവും ധനവും കൊണ്ട് മാതാപിതാക്കൾക്ക് 100 വർഷം സേവനം ചെയ്താലും ആ കടം വീട്ടുവാൻ കഴിയുകയില്ല. ഏതൊരു മനുഷ്യൻ കഴിവുണ്ടായിട്ടും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവൻ പാപിയാണ്, മഹാപാപി. ശാസ്ത്രം പറയുന്നു, സ്വന്തം വൃദ്ധരായ മാതാപിതാക്കൾ, സ്വന്തം പത്നി, സന്താനങ്ങൾ, ഗുരുവരൻ, ശരണാഗതർ ഇവർക്ക് ശുശ്രൂഷ ചെയ്യാത്ത മനുഷ്യർ ജീവിച്ചിരിക്കെ തന്നെ മൃഗതുല്യരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടുത്തെ സേവനം ചെയ്യാത്ത ഇത്രയും വർഷത്തെ എന്റെ ജീവിതം വ്യർത്ഥമായിരുന്നു എന്ന്. സഹോദര, ഇങ്ങനെയൊരു മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സഹോദര, അക്രൂരരെ പ്രണാമം. ഇന്ന് നിങ്ങളുടെ 2 സന്തതികളെയും അവിടേക്ക് ഏൽപ്പിക്കുകയാണ്. വരുമ്പോൾ യശോദാദേവി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. യശോദാദേവിയെ കണ്ണന്റെ വളർത്തമ്മയായി കരുതി അവർ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണമെന്ന്. ഇല്ല ജ്യേഷ്ഠ, യശോദ വളർത്തമ്മയല്ല. അവളെ തന്നെ കൃഷ്ണന്റെ യഥാർത്ഥ അമ്മയെന്ന് എല്ലാവരും പറയും. അതാണ് ശരി. എന്നും അങ്ങനെയായിരിക്കുകയും ചെയ്യും. സൈനികരെ, ഇവരെ ബന്ധന വിമുക്തരാക്കൂ. എന്റെ പ്രണാമം സ്വീകരിച്ചാലും. ആരാണ് നീ? കൃഷ്ണൻ. ഏത് കൃഷ്ണൻ? ഞാൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രൻ കൃഷ്ണൻ. ദേവകിയുടെ പുത്രൻ, എന്റെ മകളുടെ പുത്രൻ. ഇല്ല, ആവാൻ വഴിയില്ല. അവളുടെ ഒരു പുത്രനും ജീവിച്ചിരിപ്പില്ല. കംസൻ ഒന്നൊന്നായി അവളുടെ എല്ലാ മക്കളെയും കൊന്നൊടുക്കിയതാണ്. പിന്നെ ഇല്ല 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 മഹാരാജൻ, കൃഷ്ണനെ വധിക്കുവാൻ കംസന് കഴിഞ്ഞിട്ടില്ല. അശരീരി മൂലം കംസന് മുന്നറിയിപ്പ് നൽകിയ ദേവകിയുടെ 8ാമത്തെ പുത്രൻ ഇതാ ഈ നിൽക്കുന്ന കൃഷ്ണൻ തന്നെയാണ്. അന്നത്തെ പ്രവചനം ഇന്നിതാ സത്യമായിരിക്കുന്നു. സത്യമായെന്നോ? കംസൻ വധിക്കപ്പെട്ടോ? അതേ മഹാരാജൻ. ആരാണ് അവനെ വധിച്ചത്? മറ്റാരുമല്ല, ഈ രാജകുമാരൻ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനോ? ഈ ബാലകൻ കംസനെ വധിച്ചുവെന്നോ? സത്യമായും അതാണ് ഉണ്ടായത് മഹാരാജൻ. ഇല്ല, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു.
നിറഞ്ഞു കവിയുന്ന പാപത്തിന്റെ പാത്രം, പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന ഏതൊരു അഹങ്കാരിയുടെയും ജന്മത്തിന്റെ തിരുശേഷിപ്പ് അഥവാ ബാക്കി പത്രം എന്ന് ഭഗവാന്റെ ഈ സൂചകത്തെ വിശേഷിപ്പിക്കാം. അഹങ്കാരങ്ങളുടെ മൂശയിൽ വാർത്തെടുക്കപ്പെടുന്ന ജീവനിൽ പാപം ഇറ്റിറ്റ് നിറയുന്നത് ആരറിയാൻ? അത്തരം അന്ധജന്മങ്ങൾക്ക് ആത്മപരിശോധനയുടെ സുതാര്യ പാഠങ്ങളും അന്യം. ചുരുക്കത്തിൽ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെന്നേ മതിവരൂ എന്ന വചനം സജ്ജനങ്ങൾക്ക് സാരം. കംസ മനസ്സുകൾക്കോ ഒരു കാലത്തും തിരിച്ചറിയാനാവാത്ത സാരവും.